Yo guys, welcome back to another video. What are you doing? What are you doing അല്ല, what are you doing? ഈ ഗെയിമിൽ നമ്മളെ പൊട്ടക്കാർ ഒരു കാട്ടിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി പറഞ്ഞാൽ പൊട്ട പൊളിഞ്ഞു പോയി, അത്രേ ഉള്ളൂ. സോ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു പൊട്ടക്കാർ ഇപ്പൊ ഇവിടെ ഒരു പൊട്ടക്കപ്പലുള്ളൂ നമുക്ക് രക്ഷപ്പെടാന്. സോ ആ പൊട്ടക്കപ്പല് റെഡി ആക്കിക്കാണ് നമുക്ക് രക്ഷപ്പെടലാണ് ഇനിത്തെ മെയിൻ. അതിന് മുന്നേ നിങ്ങൾ എന്തായാലും ലൈക്കും ചെയ്യാം, അതേപോലെ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യാം. എല്ലാരും കള്ളന്മാരാണ്, എല്ലാരും ഞാൻ പിടിച്ചു വന്ന് പിടിച്ചു കാണിത്തരാം. അപ്പൊ ലെറ്റ്സ് ഗോ. ഓക്കേ ഗൈസ്, നമ്മള് ഇത് കാടാടാ, ഇത് നല്ല ചുറുക്കില്ല കാട്. ഇതൊന്നല്ല നമ്മൾ പെട്ടുകണെന്ന് പറയാം. ഇവിടെ പെടലൊരു പെടലല്ല, പക്ഷെ ഈ കാട് കണ്ടാല് ആരും പെട്ടതായിട്ടൊന്നും പറയുന്നില്ല. അതേപോലെ നമുക്ക് പോകാല്ല ബോട്ട് അവിടെ ഉണ്ട്. ഇതാണ് നമ്മൾ വന്ന ബ്രേക്ക് ഡൗൺ ആയ കാറ് എന്നാ തോന്നണേ. നോക്കാം മൊത്തത്തില്. ഇവിടെ കൂണൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എടുക്കാൻ പറ്റുമോ? ഇതൊക്കെ എടുക്കാൻ പറ്റൂടാ. ഇത് കൺസ്യൂം ചെയ്യാൻ പറ്റുമോ? തിന്നടാ അത് ഞാൻ തിന്ന്. ഓക്കെ, ഒന്നും പറ്റൂലെന്ന് തോന്നണേ. അയ്യോ കിളി പോയി. അയ്യോ, ഒരു കൂണ് കയറ്റിയത് മാത്രമേ ഓർമ്മയുള്ളൂ എന്റെ അമ്മേ. റെഡി. ഇപ്പൊ മനസ്സിലായില്ലേ? ഒരു സാധനങ്ങളും പെട്ടെന്ന് വലിച്ചു വാരി കൂടെ കയറ്റാൻ പാടില്ല. പിന്നെ അതേപോലെ എനിക്ക് ഈ ഗെയിം എന്താ തോന്നണെന്ന് വെച്ചാല് നമ്മള് തുടക്കം തന്നെ ഇങ്ങനെ മൂഞ്ചലാണല്ലോ ഈ ഗെയിം. എനിക്ക് തോന്നുന്നത് ഡ്രൈവ് ബിയോണ്ട് ഹൊറൈസൺ ഒക്കെ അല്ലേ, നമ്മൾ കഴിഞ്ഞതിൽ എന്തോ ഒരു നോർമാൻഡ് ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേനോ, അതിന്റെ പോലത്തെ ഒരു ഗെയിമാണ്. കാരണം എന്താന്ന് വെച്ചാല് അതില് കാറാണെങ്കിൽ ഇതില് ബോട്ടാണ് റെഡി ആക്കേണ്ടത്. ഇത് കണ്ടോ, ഇതൊക്കെ ആകെ തുരും പിടിച്ചു. ഗണ്ണ ഇതെടുക്കാൻ പറ്റുമോ? ടറന്റ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മളെ ഷിപ്പ് ഒന്ന് റെഡിയാക്കണം. ഷിപ്പ് റെഡിയാക്കണമെങ്കിൽ എന്തൊക്കെ വേണം? പീസ് ഓഫ് മെറ്റല്, പീസ് ഓഫ് വുഡ്, അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങളുണ്ട്. ഫിഷിംഗ് റോഡ്, അതൊക്കെ നമുക്ക് ആദ്യം സെറ്റ് ആക്കി വെക്കണം. നമുക്ക് ഫിഷിംഗ് റോഡ്. ഓക്കെ, ഫിഷിംഗ് റോഡ് ഇവിടെ ഉണ്ട്, ഇത് നമ്മൾ എടുക്കുക. അതേപോലെ തന്നെ ഇതില് ബാഗ് ഇല്ലടാ. ഇനി ഈ സാധനം ഇവിടെ കൊണ്ടുപോയി വെക്കേണ്ടത്. ഇത് നമുക്ക് ചൂണ്ടിലിടാൻ പറ്റുമോ? ഒന്ന് നോക്കി നോക്കിയാലോ. ഓക്കെ, ചൂണ്ടിലിട്ട് നോക്കുക. മീൻ കൊത്തു നോക്കി നോക്കുക കേട്ടോ. കൊത്തുമീനെ. ഓ കൊത്തി ബ്രോ. ഗൈസ്, മീൻ കൊത്തി. അയ്യോ, മീനെവിടെ? അതാ. കടപ്പ് കണ്ടാ. ഒരു മിനിറ്റ്, ഇതെങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ നോക്കട്ടെ. അതേപോലെ മീനെടുക്കുക, നമുക്ക് ഈ ചട്ടിയിലിട്ട് വെക്കാം. നമുക്ക് എപ്പോഴെങ്കിലും തിന്നാൻ പറ്റുമല്ലോ. ഓക്കെ, ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്ക്രാപ്സ് ആണ്. സ്ക്രാപ്പും സംഭവങ്ങളൊക്കെയാണ്, അതൊക്കെ ഇവിടെ ഉണ്ടാവൂടാ. ഓക്കെ, ഇതാണ് സ്ക്രാപ്സ് എന്ന് തോന്നുന്നത്. ഇതൊക്കെയാണ് സ്ക്രാപ്പ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് നമുക്ക് ഒരു ടൈമില് ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഡ്രോപ്പ്. സ്ക്രാപ്പിനായിട്ടും വുഡിനായിട്ടും സെപ്പറേറ്റ് സ്ഥലങ്ങളുണ്ട്. നൈസ്. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, വുഡ് ഇവിടെ ഉണ്ട്. നമുക്കെല്ലാം 3 മതി കേട്ടോ. 3 എടുത്തു കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാ. ഇവിടെ കൊടുന്നിടുക. അടുത്തത്. നമുക്ക് ഈ ബോട്ടൊക്കെ എടുക്കാൻ പറ്റുമോ? അതൊന്നും നോക്കിയല്ലോ. പക്ഷെ ഇതൊന്നും എടുക്കാൻ പറ്റില്ല. അവിടെ ഫുഡൊക്കെ ഉണ്ട്. ഫുഡ് നമുക്ക് കൺസ്യൂം ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പൊ ലൈഫ് മൊത്തമായിട്ട് ഫുള്ളാണ്. അപ്പൊ നമുക്കത് കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല. വേണ്ട, ഫുഡ് ഇവിടെ കൊണ്ടുവരിക, ഇവിടെ വെക്കുക. എല്ലാം നമുക്ക് ഇവിടെ കൊണ്ടു വെക്കുക. നമുക്ക് പോകുമ്പോ അതൊക്കെ യൂസ് ആവും. ചാട്. അതേപോലെ ഇവിടേക്ക് എന്തൊക്കെ സാധനങ്ങളുണ്ട്. പൈസ ഇതൊക്കെ എന്തിനുള്ളതാന്ന് പോലും അറിയില്ല കേട്ടോ. ചിലപ്പോ നമ്മൾ പോണ വഴിക്കൊക്കെ ഏതെങ്കിലും ഷോപ്പൊക്കെ കാണാണെങ്കിലേ അവിടുന്നൊക്കെ വാങ്ങാനായിരിക്കും ഈ സാധനം. കൊള്ളാം. ഇതിന്റെ ഉള്ളിലൊക്കെ എന്താ? ബ്രോ, പൈസ ഇവിടെ വെക്കാൻ പറ്റും. അത് മാത്രല്ല, ഇവിടെ കിച്ചണ്, ഫ്രിഡ്ജ്, സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫ്യൂവല്, സ്ക്രാപ്പ്, അടക്കം ഇവിടെ ഉണ്ട്. നൈസ്. ഓക്കെ, നമ്മൾ വെച്ച ഫിഷിംഗ് റോഡ് ഇവിടെ ഉണ്ട്. ബക്കറ്റ് എന്തിനാ? ബക്കറ്റ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെള്ളം കയറൂലേ നമ്മൾ കപ്പലേറ്റ് പോകുമ്പോ, അപ്പൊ നമ്മൾ കോരി ഒഴിക്കാനാന്നാ തോന്നണേ. നമുക്ക് എന്തായാലും അത് അവിടെ വെച്ചോക്കാം. വേറെ എന്തല്ലത് ഇനി നമുക്ക് വേണ്ടത്? വുഡ് നമുക്ക്. ഓക്കെ, ഈ വുഡ് കൂടി കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നമ്മളെ വുഡിന്റെ സാധനങ്ങൾ സെറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, വുഡ് സെറ്റായി. ഇനി 2 സ്ക്രാപ്പും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിരുന്നത് തോന്നേ. അതേപോലെ പിക്ക് വാലറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വാലറ്റ്. ഓക്കെ, വാലറ്റ് എടുത്തു. ഇവിടെ ബർഗർ ഒക്കെ ഉണ്ടോ, അതൊക്കെ എടുക്കണം. നമുക്ക് പരമാവധി എല്ലാം എടുക്കടാ. ഓക്കെ, വാലറ്റ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ടോർച്ച്. ഇതൊന്നും ഒരു പെട്ടിയിലാക്കി കൊണ്ടുപോകാനൊന്നും പറ്റൂല. ശരിയാടാ, കണ്ടോ, നമുക്ക് പെട്ടിയിലാക്കി കൊണ്ടുപോകാനൊന്നും പറ്റൂല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറെ സംഭവങ്ങൾ പെട്ടിയിലാക്കി കൊണ്ടുപോകാൻ പറ്റൂനി. ഇതിപ്പോ ഓരോന്നീച്ച് കൊടുത്താണ്ട് ഇവിടെ ഇടണേ. ഓക്കെ, ഇതും ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ സ്ക്രാപ്പും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ അതായത് ഇവിടുത്തെ ഏകദേശം മിഷൻസ് ഒക്കെ കഴിഞ്ഞു എന്നാ തോന്നണേ. ഇനി നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഇത് മിസൈൽ വിട്ടമാതിരി പോകുന്ന തോന്നണേ. എന്തായാലും നോക്കി നോക്കുക, പറയാൻ പറ്റൂല. എഞ്ചിൻ എവിടെ ഉള്ളത്? ഇതിന്റെ മേലെയാണോ? ഇവിടെ എന്താ ഒരു ഡാർക്ക്. നമുക്ക് ടോർച്ച് അടിച്ചാനൊന്നും പറ്റൂല. ഇതെന്താ? ഇതാണ് എഞ്ചിന്. അയ്യോ ഗൈസ്, രാത്രി. പക്ഷെ ഇവിടെ കാണാനിക്കടോ.
നല്ല രസമില്ലേ ആകാശമൊക്കെ നോക്കാം മറ്റേ മിന്നാളും അവിടെ പൂമ്പാറ്റി വരെ തെളുങ്ങുന്നുണ്ട് ഇവിടുത്തെ. ഓക്കെ നമ്മൾ ഏതോ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഏതോ ഐലൻഡിലാ പെട്ടിക്കണ തോന്നണേ. ഇനി നമുക്കിത് ലേറ്റ് എത്തും നോക്കിയാ എഞ്ചിൻ സ്റ്റാർട്ടാക്ക്. ഓക്കെ എഞ്ചിൻ സ്റ്റാർട്ടാക്കണമെങ്കിൽ ഇനി നമ്മൾ അടിക്ക് പോകണം എന്നാ തോന്നണേ. അയ്യോ ടോർച്ചിട്ട് ഇയാടാ രാത്രി കഴിഞ്ഞ അതിന്റെ ഉള്ളിൽ കാണുന്ന പോലും ഇല്ലട്ടോ. യോ ബ്രൂ ഇനി നമുക്ക് ഇതിന്റെ എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇത് എങ്ങനെയാണ് ഈ മാങ്ങാന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ കുറച്ചേരായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ ഇതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് കപ്പിത്താൻ്റെത്. എഞ്ചിന് പറഞ്ഞാൽ ഇതാണ് എഞ്ചിന്. ഓ ഗൈസ് എഞ്ചിൻ സ്റ്റാർട്ടാക്കി ബ്രോ. എഞ്ചിൻ സ്റ്റാർട്ടാക്കി പക്ഷെ നമുക്ക് വയ്യൊന്നും കാണുന്നില്ല. ഒരു മിനിറ്റ് എങ്ങനെ ബ്രേക്ക് കുടിച്ചാ? ഓക്കെ ഗൈസ് എഞ്ചിൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് പക്ഷെ നമുക്ക് സ്ഥലങ്ങളൊന്നും കാണുന്നില്ല. നമുക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ളത്. സോ നമുക്ക് റൈറ്റ് ഭാഗത്തേക്കാണ് പോകേണ്ടത്. കണ്ടില്ലേ 191 മീറ്റർ ആകല്ലേ. അങ്ങോട്ട് പോണെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഈ മാങ്ങ ഇവിടെ കാണിച്ചിട്ടോ നമ്മളെ ഫ്യൂലും സംഭവങ്ങളൊക്കെ നമുക്ക് എന്തായാലും അല്ലേ ഇതിമ കയറിയിട്ട് നമുക്ക് റൈറ്റ് തിരിച്ചു വിടാം. അതും നമുക്ക് ഇനി എനിക്ക് തോന്നുന്നത് മേലെ വല്ല ലൈറ്റ് ഉണ്ടാവോ ഇതിന്റെ? എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട്. നോക്കി നോക്കാം. ഇന്നാലുള്ളൂ നമുക്ക് വയ്യാണടാ. ഇതാണെങ്കിൽ ഇപ്പൊ ഒരു തേങ്ങയും കാണുന്നില്ല. ഏതെങ്കിലും കാട്ടുകൂടെയൊക്കെ പോയി കഴിഞ്ഞാല് വല്ല മാനിനൊക്കെ ഇതിന്റെ ഉള്ളിൽ കയറ്റേണ്ടി വരും. ഓക്കെ കൊള്ളട്ടോ നമ്മളൊരു ഒറിജിനൽ കപ്പിൽ ഓടിക്കണ പോലെ തന്നെ ഉണ്ട്. ഓക്കെ നമ്മള് പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ടുണ്ട് ഗൈസ്. ഇതുണ്ടോ അയ്യോ സ്റ്റോപ്പ് എടാ ഇത് സ്റ്റോപ്പ് ചെയ്യാനാണെങ്കിൽ അടങ്ങിക്കണില്ലല്ലോ. ഒരു മിനിറ്റ് ഒന്ന് നിർത്തിക്ക. വണ്ടി തക്കടെ ചെരിഞ്ഞൊക്കെ നിൽക്കണ് ഗൈസ്. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം ഒന്ന് മാറിക്കണോന്നെ. അല്ല കറക്റ്റ് ആണ് പക്ഷെ കപ്പലാക്കണ പോണ്. പടച്ചോനെ ചെടി ഒന്നോ അയ്യോ യോടോ വണ്ടി എവിടെ ഇടിച്ചു ചെന്ന് നിന്ന്. അയ്യോ ഗൈസ് ഇത് നോക്ക് നമ്മളെവിടെയോ ഇടിച്ചു നിന്നൊക്കെയാണ്. അത് മാത്രമല്ല നമ്മൾ തുടക്കം തന്നെ നശിച്ചു. അതേപോലെ വെള്ളം കയറുന്നുണ്ടാ. അയ്യോ പണി ഇതെവിടെ വെക്കുക? ഓക്കെ നമുക്ക് ഇതിവിടെ വെക്കാം. അതേപോലെ നമുക്ക് വെള്ളം കോരി എവിടക്ക ഒഴിച്ചാ എനിക്കറിയില്ല. നമുക്കൊന്ന് പോയി നോക്കാം എവിടേക്കെങ്കിലും ഒഴിച്ചാൻ പറ്റുമോ നോക്കാം. അയ്യോ പണിയായിടാ. വേഗം എടാ ഇങ്ങനെ ഇത് നൈസാട്ടോ. ഇത് മൾട്ടിപ്ലെയർ ഗെയിമാ ഗൈസ്. ഇതില് നമുക്ക് കുറെ സംഭവങ്ങൾ സെറ്റ് ആക്കാനൊക്കെ ഉണ്ടാവും. ആദ്യം നമുക്ക് ഇത് കൊണ്ടുപോയി ഒന്ന് ഈ കപ്പലിന്റെ അടിയത്തെ വള്ളങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചേക്കാം. അത് മാത്രമല്ല നമ്മളെ മേലെ നോക്കിയാൽ കാണാൻ നമുക്ക് ഡാമേജ് നല്ല പോലെ വരുന്നുണ്ട്. നമുക്കിത് സെറ്റ് ആക്കാൻ പറ്റുമോ? ഇതെവിടെ ഡ്രോപ്പ് ചെയ്താ ഒരു മിനിറ്റ്. നമുക്ക് ഫിറ്റ് ആക്കാൻ പറ്റുമോ നോക്കാം. അയ്യോ നമുക്ക് വുഡില്ലേ ഇത് ശരിയാക്കാനേ? ഓ ശരിയാടാ നമുക്ക് വുഡില്ല. ഓ നോ ആടാ എന്ത് കഷ്ടാണത്. വെള്ളം കയറിക്കൊണ്ടേ നിൽക്കുകയാണല്ലോ. വെള്ളം കുരി നമുക്ക് ഒരാളും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പണിയെടുക്കേനു. ഇതാണെങ്കിൽ വെള്ളം കയറിക്കൊണ്ടേ നിൽക്കാണ് കണ്ടോ. അയ്യോ വെള്ളം കോരി വെച്ച് മേലെ നോക്കിയാ കാണാ നിങ്ങൾക്ക് എത്ര വെള്ളം ഉണ്ട് ഇതിലുള്ളതെന്ന്. വാ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തണത്. അല്ല നമ്മള് വണ്ടി സ്റ്റാർട്ട് ആയിക്കണോ? എനിക്ക് തോന്നണത് വണ്ടി സ്റ്റാർട്ട് ആയിട്ട്. ഓക്കെ നമുക്കിത് എവിടെയെങ്കിലും സൈഡാക്കാൻ പറ്റുമോ നോക്കി നോക്കാം. എടാ എന്ത് കഷ്ടമാണ്. കപ്പല് തുടങ്ങിയ അപ്പൊ തന്നെ ആകെ കച്ചറാണല്ലോ. ഓ ഇവിടെ അടുത്ത് എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഒരു മിനിറ്റ് നമുക്ക് എന്തായാലും ഒന്ന് ഇതിന്റെ മുന്നിക്ക് എവിടേക്കെങ്കിലും ഒന്ന് നിർത്തിയിടാൻ പറ്റുമോ നോക്കി നോക്കാം. അയ്യോ ഇയാളെ പൊട്ടിയടോ ഗൈസ്. ഇത് മൾട്ടിപ്ലെയർ കളിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സുഖം തോന്നുന്നത്. കാരണം രണ്ടാൾക്കാരൊക്കെ ഉണ്ടാവുമ്പോ ഇതിപ്പോ കണ്ടോ നമ്മളിപ്പോ ഒരാളായിട്ട് കളിക്കുമ്പോ നമുക്ക് കപ്പല് കൺട്രോൾ ചെയ്യല് അതേപോലെ തന്നെ കപ്പൽ ഓട്ടല് ഒക്കെ പാടെ നമുക്ക് കടക്കൂല. സോ നമുക്ക് എന്തായാലും ഇല്ലേ ഇപ്പോ നമുക്ക് പുതിയ ഏതെങ്കിലും അവിടെ കുറെ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. അവിടെയൊക്കെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും റിസോഴ്സസ് ഉണ്ടോ എന്ന് നോക്കി നോക്കാം. 34 ഇവിടെ ഇരുന്നു നേരത്തെ നമ്മൾ ചത്തത് കണ്ടോ അവിടുത്തെ ആ പാലത്തിന്റെ അവിടെ. ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞ കൈസ് നമ്മൾ പണി പാളും. അതാണ് ഞാൻ ഇവിടെ നിർത്താത്തത്. ചെന്റോളിയോ ഓ ഇവിടുന്ന് ഒരു അറക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മളൊരു അറക്കത്ത് കൊണ്ടുപോയി നിർത്തിയതില്ലേ. ഓക്കെ മെല്ലെ പോണം. എവിടേക്ക് എന്തൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ ഈ കപ്പലാണെങ്കിൽ തൊട്ടിനും പുടിച്ചിനൊക്കെ ഒരു മിനിറ്റ് അവിടെ എന്തൊക്കെയുണ്ടോ അവിടെ ഓക്കെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്ന് നോക്കി നോക്കാം. ഇതേപോലെ നമുക്ക് ഓരോ ഇപ്പോ നമ്മള് ഡൈവിംഗ് ഹൊറൈസണിലൊക്കെ നമ്മൾ പോക്കില്ലേ ഓരോ സ്ഥലത്ത് പോയിട്ട് ഇവിടൊക്കെ എന്തെങ്കിലും റിസോഴ്സ് ഉണ്ടോ എന്ന് നോക്കും. അതേപോലെ തന്നെ ഇവിടൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കും. ഹലോ ഇതാരാ ഇതെന്താ തവളെ നമുക്ക് പരമാവധി റിസോഴ്സുകളൊക്കെ കളക്ട് ചെയ്യാം. നേരത്തെ നമുക്ക് 6 വുഡൊക്കെയാണ് വേണ്ടിയത്. എന്തിന്? നമുക്ക് നമ്മളെ കപ്പല് ശരിയാക്കാനും വേണ്ടി. ഇതുണ്ടോ നമുക്ക് പക്ഷേ നമുക്ക് ഒന്നേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു 3 അതായത് കയ്യിൽ കുറച്ച് ഇൻവെന്ററി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലേനു. സോ നമുക്ക് ഇവിടുന്ന് സ്ക്രാപ്പ് സംഭവങ്ങളൊക്കെ കിട്ടും. അതേപോലെ നമ്മളോട് പറയുന്നത് ഷോപ്പ് പോയിട്ട് എന്തൊക്കെ വാങ്ങാനാണ്. ഇവിടെ ഷോപ്പൊന്നും ഇല്ലല്ലോ. സ്ക്രാപ്പിന്റെ ഉള്ളല്ലോ. നമുക്ക് എന്തായാലും കുറച്ച് സ്ക്രാപ്സും സംഭവങ്ങളും എടുത്തിട്ടില്ലേ. ഇവിടെ എടുത്തവിടെ ഷോപ്പ് ഉണ്ടെന്നാ പറഞ്ഞത്. അതായിരിക്കും ഷോപ്പ്. നമുക്ക് അങ്ങോട്ടായിരിക്കും പോണ്ടത്. പോയി നോക്കാം. ഓക്കെ ഇവിടെ കൂടുന്നിട്ട് ഇതും തട്ടിയിടാ. ഇപ്പൊ ഏകദേശം നമുക്ക് റിസോഴ്സ് ഒക്കെ ആയിട്ടോ. ഇനി സ്റ്റാർട്ട് ചെയ്യുക. കമാൻ നമ്മൾ നേരെ കാണുന്ന സംഭവമാണ് തോന്നണേ റിസോഴ്സ്. അതേപോലെ നമുക്കിത് ടോഗിളൊക്കെ ചെയ്യാൻ പറ്റണില്ലേ. നമുക്ക് ഈ ക്യാമറ വ്യൂ ഒക്കെ ഒന്ന് പക്ഷെ അതൊന്നും പറ്റൂല. നമുക്ക് ഹോങ്ക് എങ്ങനെ അടിക്കാൻ പറ്റുക?
ഓങ്കൊക്കെ ഉണ്ടാ ഓടൊക്കെ അടിക്കാൻ പറ്റും. ഇതാണ് ഗൈസ് ഇവിടെയാണ് നമ്മളെ ഷോപ്പ് എന്ന് തോന്നുന്നത്. നമുക്കൊന്ന് ഇവിടെ എവിടെയെങ്കിലും നിർത്താൻ പറ്റുമോ നോക്കി നോക്കാം. അയ്യോ പക്ഷെ ഇവിടുന്ന് നമുക്ക് സ്പീഡ് പരമാവധി കുറക്കണം. ഇത് നോക്കാം. നമ്മൾ കൺട്രോൾ ചെയ്യണ പോലില്ലേ. നമ്മൾ ഇവിടെ നിർത്താൻ പറഞ്ഞു കരുതി കഴിഞ്ഞാല് ഇത് നല്ല പോലെ അവിടെ എവിടെയെങ്കിലും പോയി നിൽക്കും. കണ്ടോ 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 അടങ്ങി നിക്കണേ ഇല്ല. മെല്ലെ പോട്ടെ മെല്ലെ പോട്ടെ. ഇത് നല്ല എനിക്കൊരു കൺട്രോൾ ചെയ്യാൻ കഴിയണടാ. ശരിയാ നല്ല രസമുണ്ട് ഗെയിം. അയ്യോ അയ്യോ ഓ കഴിച്ചില്ലേ ഇപ്പൊ തന്നെ അവിടെ പോയിട്ട് ഇടിച്ചിനു. നമ്മള് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാ. നിർത്തടാ. നമുക്ക് ആ എഞ്ചിനൊന്ന് ഓഫ് ആക്കാം, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഒക്കെ ഇറങ്ങി പോകും. ഇപ്പൊ തന്നെ ഇത് അഞ്ഞ് പോകുന്നുണ്ട് തോന്നുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് നേരെ ചാടുക. ചാട്. ഓ നീലൊക്കെ ഉണ്ട്. ഓ ബ്രോ മോനെ ഗൈസ് ഇത് നോക്ക്. അളിയാ ജെല്ലി ഫിഷിനൊക്കെ തൊട്ട് എന്തെങ്കിലും ആകുമോ? നമുക്കൊന്ന് പോയോക്കില്ലേ. അല്ല അതിന്റെ മേലക്ക് എങ്ങനെ പോരാ? ശരിയാ മേലക്ക് എങ്ങനെ പോകുക? മേലക്ക് പോയില്ലേ. അയ്യോ ജെല്ലി ഫിഷിനെ തൊടാൻ പാടില്ലടാ. നമ്മളെ ലൈഫ് പോയിസൺ അടിച്ച്. ശരിയാ ജെല്ലി ഫിഷിനെ തൊടാൻ പാടില്ല. കേറിക്കോ. ഇനി ഇവിടെ എന്തൊക്കെയാ ഉള്ളത് നോക്കണം. ഇതായിരിക്കും ഗൈസ് പറഞ്ഞത് ഷോപ്പൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ വെള്ളം ഇവിടുന്ന് ഒരു ബർഗർ ഇട്ടിട്ടുണ്ട്. ആരതൊക്കെങ്കിലും വെക്കരാം. ഇവിടെ മീനൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ഷോപ്പ്. ഈ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണോ? ഓപ്ഷണൽ പേ ദ ബാരിയറിന് പേ ചെയ്യണം എന്നാ പറയുന്നത്. പക്ഷെ ബാരിയർ എവിടെ? നമ്മൾ പോണ സ്ഥലത്തൊക്കെ ഈ തവളനെ കാണുന്നുണ്ട്. എന്തിനാന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതേപോലെ നമുക്ക് ഇവിടെ എന്തെങ്കിലും വാങ്ങാണ്ടോ? ഇവിടെ ഒന്നുമില്ല. കണ്ടോ ഇത് പോക്രാച്ചി തവള. അതേപോലെ ഇവിടെ കുറെ സംഭവങ്ങളുണ്ട്. നമുക്ക് കിട്ടിയ മീനില്ലേ, മീനെ പിടിച്ചിട്ട് ഇവിടെ വിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണേ. നമുക്കൊന്ന് പോയി നോക്കാം. പക്ഷെ ഈ സംഭവം എന്താന്ന് പറഞ്ഞാല് നമുക്ക് അധികം നീന്താനൊന്നും പറ്റൂല തോന്നുന്നു. കണ്ടോ നീന്തലിനനുസരിച്ച് നമ്മളെ താഴെ ലൈഫൊക്കെ പോകുന്നുണ്ട്. ഇതെന്ത് മാങ്ങ. ബാ നമുക്ക് എന്തായാലും ഒന്ന് ചൂടിലിട്ട് നോക്കാം. ഏത് മീനെ കിട്ടാൻ നോക്കാം. നമുക്ക് ഇവിടെ വിൽക്കാൻ പറ്റുന്നാ തോന്നണേ. മീൻ കുടുങ്ങി. ഏതോ ഒരു കീടിലോസ്കി സാധനം കുടുങ്ങിയ തോന്നുന്നു. കണ്ടോ നമ്മൾ വലിച്ചെടുക്കുന്നുണ്ട്. ഏതത് പുയരല്ല സ്രാവാ. അല്ല അയ്യേ ഇതിനെയാണ് നമുക്ക് കിട്ടിയത്. അയ്യോ നമ്മൾ എറിഞ്ഞതിനെ. ഇല്ല ഇതിനെ കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ കൊടുക്കണം. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് നമുക്ക് കുറച്ചുകൂടി എടുത്തേക്ക് എത്തിക്കാം. നമ്മളെ ബോട്ട് നമുക്ക് മെല്ലെ ഇവിടെ എടുത്തേക്ക് എത്തിക്കാൻ പറ്റുമെന്നൊന്നും നോക്കണം. മെല്ലെ ചാരി മച്ചാനെ. എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞാൽ നമ്മള് ചെറിയ കുട്ടികളെ പല്ല് പോകൂല. അതേപോലെ രണ്ട് തീർച്ചയായിട്ടും പോകും. ഓക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നീ മീൻ വെച്ചിട്ട് നമുക്ക് വിൽക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. ബാ മീൻ ചാടി പോകുന്നില്ലല്ലോ. ലെറ്റ്സ് ഗോ. ഇവിടെ വാ. വിൽക്കാൻ പറ്റും. കണ്ടോ നമ്മൾ വിറ്റു. നമുക്ക് ഇവിടുന്ന് $0.82 കിട്ടി. പക്ഷെ നമുക്ക് അതിനുള്ള സംഭവമില്ലേ, നമ്മളെ വാലറ്റ് ഇല്ലേ, അതെടുത്തു കൊണ്ടുവരണം. ഒന്ന് ഇറങ്ങും മച്ചാനെ. കേറിക്കോ. ഇവിടെ എടുത്തല്ലേ നമ്മൾ വാലറ്റ് ഇവിടെ വെച്ചിരുന്നത്. ഇതാണ് വാലറ്റ്. അതായത് നമ്മളെ പൈസ. ഈ പൈസ വെച്ചിട്ട് നമുക്ക് ആ പൈസ ഒന്നും കൊണ്ടെടുക്കാം. രാത്രിയാടാ നമുക്ക് ടോർച്ച് എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ പണിയാവും. ബാ ഈ വാലറ്റ് വെച്ച് നമുക്ക് ഈ പൈസ ഒന്ന് കളക്ട് ചെയ്യാം. ഓക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്കൊരു സാധനം വാങ്ങണടാ. ഓയിലുണ്ട്. അതേപോലെ തന്നെ വോം എടുത്തു കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് ചൂണ്ടലിടുമ്പോ പുതിയ നല്ല മീനുകളൊക്കെ ഇട്ടുണ്ടാവും. സ്രാവിനൊക്കെ. അതേപോലെ നമുക്ക് സ്ക്രാപ്സ് വാങ്ങാന്. ഇതെന്താ സാധനം? തലയിൽ തേക്കണ എണ്ണ. അങ്ങനത്തെ എന്തൊക്കെയൊക്കെ കിട്ടും. മരുന്നായിരിക്കും. നമുക്കൊന്ന് ചെയ്ത് നോക്കല്ലേ. പുഷ് ദ ബട്ടൺ. $8 എനിക്ക് വേണ്ട. അതേപോലെ ഇതിനോ 15 ഓയിലിന്. എന്റെ അമ്മ എല്ലാത്തിനും നല്ല പൈസടാ. നമുക്ക് എന്തായാലും ഇതൊന്ന് വാങ്ങി നോക്കല്ലേ. നമ്മൾ പൈസ ഇട്ടുട്ടോ. ഓക്കെ അതേപോലെ ആ സാധനം തള്ളി തന്നു ചെയ്തു. അങ്ങനെ നമുക്ക് ഷാമ്പു കിട്ടി. ഓക്കെ നമുക്ക് നമ്മളെ ഷാമ്പു എടുക്കാം. ഇത് ഷാമ്പു അല്ലടാ, ഇത് നമ്മളെ പോയിസണൊക്കെ കഴിച്ചു കഴിഞ്ഞാല് സ്പ്രേ ആന്നാ തോന്നണേ. അടിയേ എന്താ ഇതെന്താ സംഭവം? എനിക്കറിയില്ല കേട്ടോ. ഇത് വേറെന്തോ സംഭവമാടാ. ഇത് ഞാൻ കരുതിയ ഷാമ്പൂ ഒന്നല്ല. ഇത് ഞാൻ കരുതിയ സംഭവം ഒന്നല്ല. അത് വേറെന്തോ സംഭവമാ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ഥലത്ത് പോകാം. ഇനി നമുക്ക് അങ്ങോട്ടാ പോകേണ്ടത് തോന്നുന്നത്. കണ്ടോ അവിടെ ഒരു സ്ഥലം. അത് എഞ്ചിൻ സ്റ്റാർട്ട് ആക്കട്ടെ. ഓക്കെ നമുക്ക് പോകാം. ഇതില് രാത്രി കഴിഞ്ഞാൽ കണ്ണാണല്ലോ കേട്ടോ. ഇത് ഭയങ്കര ഇട്ടായി പോയി. അയ്യോ അവിടെ നമ്മൾ തിരിച്ചത് ഭയങ്കരമാണ്. നമ്മൾ ഒറിജിനൽ ആയിട്ട് ഒരു കപ്പൽ ഓടിക്കണ പോലെ തന്നെയാണ്. ഇത് നോക്ക്. വലത്ത് എന്ന് പറഞ്ഞ ഇടത്ത് എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടേ. ലെറ്റ്സ് ഗോ ബ്രോ. വള്ളത്ത് കൈയാടിയത്. ഇനി ഇവിടെ എന്തൊക്കെയുള്ളത് നോക്കാം. ഇവിടെ മഷ്റൂം ഒന്നും കണ്ടത് ഒന്നും ചെയ്യേ വേണ്ട. ഇവിടെ എന്തല്ലത്? ഓക്കെ പേ ഹിയർ. പൈസ കൊടുത്താൽ എന്താ കിട്ടുക? അതേപോലെ ഫിഷ് വിൽക്കാനുള്ളതാണ് ഇവിടെ ഒക്കെ ഉള്ളതില്ലേ. വന്നാൽ നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാം. എന്തൊക്കെ ഫിഷിനെ കിട്ടും? ഓക്കെ ഏതൊരു മീനെ കിട്ടിയിട്ടുണ്ട്. ഇതേതാ മീന്? എല്ലാത്തിലും ഒരേ മീനെ തന്നെ കിട്ടുകയല്ലേ. ഓക്കെ ഇവിടെ കൊടുന്ന് വെക്കാം. അയ്യോ എങ്ങനെ ഇപ്പത് പൈസ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിടാം. അയ്യോ ഗൈസ് നമ്മൾ ബാരിയർ ഒക്കെ താണ്ടി വന്നു. നമ്മളവിടെ പൈസ കൊടുത്താൽ മതിനു. പക്ഷെ അത് മാത്രല്ല ഇവിടെ എന്തോ എന്റെ പൊന്നളിയോ ഇവിടെ
വെള്ളം കയറി ഇതാണ് പണി ഇതൊന്നും നമ്മൾ തൊടാൻ പോലും പറ്റണില്ല. ഓക്കെ, ബാരിയർ കടന്ന് നമ്മൾ പൈസ കൊടുത്ത് $10 കൊടുത്ത് ബാരിയർ കടന്നു വന്നു. അതായത് ആ പാലം നമുക്ക് തുറന്നു നിൽക്കണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണേനു. അത് നമ്മൾ ചെയ്തു വന്നു. പക്ഷെ അതല്ല, ഇവിടെ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. നമുക്ക് വേഗം അത് ശരിയാക്കാൻ പറ്റുമോ നോക്കി നോക്കാം. ഓക്കെ, ഇത് ഇവിടെ നമ്മൾ ചുറ്റിക ഇവിടെ എവിടെ ഉണ്ടല്ലോ. ഓക്കെ, ചുറ്റി എടുക്ക്. ഇത് വെച്ച് നമുക്ക് അവിടെ നന്നാക്കാൻ പറ്റുമോ നോക്കി നോക്കാം. അവിടെ ഇവിടെ എവിടെയോ അവിടെ നന്നാക്കേണ്ടത്. ഇതെങ്ങനെ നന്നാക്കാ? ഓ, ഇവിടെ വുഡല്ല വേണ്ടിയത്, നമുക്ക് ടാപ്പാണ് വേണ്ടിയത്. ഓക്കെ, ടാപ്പ് ഇതാണ്. ഇങ്ങനെയാണ് ശരിയാക്കേണ്ടതില്ലേ? ഓക്കേ, എന്റെ പൂതി നേരത്തെ നമ്മൾ ടാപ്പ് വെച്ച് ശരിയാക്കിയാൽ മതിടാ. അപ്പൊ തന്നെ അത് ശരിയായിരുന്നു. പക്ഷെ നമ്മളെന്താ കരുതിയത്? നമ്മൾ ചുറ്റിക വെച്ച് തന്നെ ശരിയാക്കണം കരുതിയിട്ടല്ലേ ഇവിടെ വെച്ചിരുന്നത്. വാ ഇതും കൂടിയാണ്ട്. ഓക്കെ, കുറച്ചുകൂടി വെള്ളല്ലേ? ഇല്ല, വെള്ളം കഴിഞ്ഞു അത്രേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് പോയി നോക്കാം. പിന്നെ അതുപോലെ തന്നെ ചൂണ്ടലിടണോ ഞാൻ പഠിപ്പിച്ചു തരാം. നേരത്തെ നമ്മൾ ചൂണ്ടലിട്ടപ്പോ സിമ്പിൾ മീനല്ലേ കിട്ടിയത്. ഇപ്പൊ നമുക്ക് ഈ കരി കത്തിയപ്പോ അതെന്താ നമ്മൾ പോണ വൈക്ക് അന്ത മൈനോ? ഓ, മൈന് ഗൈസ്, എന്റെ അളിയാ. പിന്നെ മീൻ പിടിച്ചത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇപ്പൊ നമ്മളെ റോഡ് യെല്ലോ കളറായില്ലേ? അപ്പൊ കാണിച്ചു തരാം. കണ്ടോ, യെല്ലോ കളറായില്ലേ? അപ്പൊ നമ്മൾ വേഗം റോഡ് വലിക്കണത് വിടണം. റീൽ ചെയ്യണത് പച്ച കളറാകുമ്പോ നല്ല പോലെ വലിക്കണം. അപ്പൊ നമുക്ക് അയ്യോ മഞ്ഞേ അപ്പൊ നമുക്ക് നല്ല മീനെ കിട്ടും. ഈ മീൻ വെച്ചിട്ടാണ് നമുക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കേണ്ടത്. അയ്യോ, ഇതെന്താ മഞ്ഞമത്തന്നെ നിക്കണേ? ഓ നൈസ്, കിട്ടിയടാ, നല്ലൊരു മീനിനെ കിട്ടി. ഓ, കൊള്ളാട്ടോ. ഇനി നമുക്ക് എന്തായാലും ഇതിവിടെ വെച്ചിട്ടില്ലേ, നമുക്ക് നമ്മളെ സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കുക. പക്ഷെ ഇഷ്യൂ എന്താന്ന് വെച്ചാല് ആദ്യം ഒന്ന് റിവേഴ്സ് എടുക്കാം നമുക്ക്. അയ്യോ ഗൈസ്, പണി എവിടെയൊക്കെയോ പോയി നമ്മൾ തട്ടിച്ചു. അത് മാത്രല്ല, ആകെ വെള്ളം കയറലും തുടങ്ങി. ടാപ്പെടുത്തോ 1 2 3. ഓക്കെ, എല്ലാം നമ്മൾ എറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ വെള്ളം വന്നു. അയ്യോ, ടാപ്പ് ഇവിടെ. ഇതും കൂടെ ഒടിച്ചോ. അയ്യോ, നമ്മുടെ അടുത്തുള്ള ടാപ്പ് കഴിഞ്ഞു. ഇനി ഉള്ള ടാപ്പ് വെച്ചാണ്ട് ഒടിച്ചാ. എന്റെ അളിയ ഗൈസ്, ഇത് ഭയങ്കര റിസ്ക് കേട്ടോ. ഇതെന്താ? പണിയായി. എടാ, എന്തൊരു കഷ്ടം. വെള്ളി 6. ഓക്കെ, എല്ലാം കഴിഞ്ഞില്ലേ? എടാ, ഇഞ്ഞുണ്ടാ എത്ര അതിനൊക്കെ ഓട്ടാ. പൊട്ടച്ചറബേ. എടാ, നമ്മളിപ്പോ ചാകൂടാ. ഇതെന്ത്? എടാ, ചാകല് എവിടെ? ടാപ്പ് എവിടെ? ഓക്കെ, ടാപ്പ് അയ്യോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മതി എന്ന് പ്രതീക്ഷിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാം. അല്ലാതെ എന്താ പറയാ, അതിന്റെ മൾട്ടിപ്ലയർ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ കാണാം.